നിർമ്മാണം പൂർത്തിയായിട്ടും ഉദ്ഘാടനം നടത്താത്തതിനാൽ തുറന്നുകൊടുക്കാനാകാതെ കിടന്ന തൃശൂർ കോർപ്പറേഷന്റെ ഒല്ലൂർ സോണൽ ഓഫീസിന് ഒടുവിൽ ശാപമോക്ഷം. കഴിഞ്ഞ ഡിസംബർ 18-ന് നടക്കേണ്ട ഉദ്ഘാടനം അവസാനം ഇന്ന് നടന്നു. സോണൽ ഓഫീസിന്റെ ഉദ്ഘാടനം വൈകുന്നത് 24 നേരത്തെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. സോണൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പൊതുജനങ്ങൾക്ക് സൗകര്യപൂർവ്വം സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയും എന്നാണ് കോർപ്പറേഷന്റെ പ്രതീക്ഷ. തൃശൂർ കോർപ്പറേഷന് കീഴിലെ ഇക്കാണുന്ന ഒല്ലൂർ സോണൽ ഓഫീസ് ഡിസംബർ 18-ന് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. പോസ്റ്റർ ഉൾപ്പെടെ പുറത്തിറങ്ങി. പക്ഷേ ഉദ്ഘാടനം മാത്രം നടന്നില്ല. നിർമ്മാണം പൂർത്തിയായിട്ടും ഉദ്ഘാടനം നടക്കാത്തതിനാൽ തുറന്നുകൊടുക്കാനാകാതെ കിടക്കുന്ന ഒരു കെട്ടിടമുണ്ട് തൃശൂരിൽ. ഉദ്ഘാടകനെ കിട്ടാതായതോടെ കോർപ്പറേഷൻ സോണൽ ഓഫീസ് കെട്ടിടമാണ് തുറന്നുകൊടുക്കാതെ കിടക്കുന്നത്. ഇതോടെ പൊതുജനങ്ങളും അതോടൊപ്പം ഉദ്യോഗസ്ഥരും ദുരിതത്തിലായിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബർ 18-ന് തൃശൂർ കോർപ്പറേഷന് കീഴിലെ ഒല്ലൂർ സോണൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. പോസ്റ്റർ വരെ ഇറക്കിയെങ്കിലും പെട്ടെന്ന് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. സോണൽ ഓഫീസ് തുറന്നു കൊടുക്കാത്തത് മൂലം പൊതുജനങ്ങളും ജീവനക്കാരും അനുഭവിക്കുന്ന ദുരിതം 24 തുറന്നുകാട്ടി. ഇതിന് പിന്നാലെയാണ് വേഗത്തിൽ ഉദ്ഘാടനം നടത്താനുള്ള തീരുമാനത്തിലേക്ക് തൃശൂർ കോർപ്പറേഷൻ എത്തിയത്. പൊതുജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഓഫീസ് സമുച്ചയമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് തൃശൂർ മേയർ MK വർഗീസ് പറഞ്ഞു. തൃശ്ശൂരിൻ്റെ മെയിൻ ഓഫീസിനെ അതിനേക്കാൾ വെല്ലുന്ന ഒരു സോണൽ ഓഫീസ് ആദ്യമായി ഒല്ലൂർ പ്രദേശത്ത് നമ്മളിപ്പോൾ പണിത് പൂർത്തീകരിച്ചിരിക്കുക. ഇന്ന് പൂരത്തിന് നിൽക്കുന്ന ഒരു ആന നിൽക്കുന്നത് പോലെയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. എല്ലാവിധ സജ്ജീകരണത്തോടു കൂടി അത് നടത്തിയിട്ടുണ്ട്. ഒടുവിൽ ഇന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി K രാജൻ ലിഫ്റ്റിന്റെ സമർപ്പണം നിർവഹിച്ചു. സോണൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പൊതുജനങ്ങൾക്ക് സൗകര്യപൂർവ്വം സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് കോർപ്പറേഷന്റെ പ്രതീക്ഷ. തൃശൂർ കോർപ്പറേഷന് കീഴിലെ കൂർക്കഞ്ചേരി സോണൽ ഓഫീസും ഒല്ലൂക്കര സോണൽ ഓഫീസും നിർമ്മാണ ആരംഭഘട്ടത്തിലാണ്. സോണൽ ഓഫീസിന്റെ പുതിയ കെട്ടിട സമുച്ചയം തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള തീരുമാനം പൊതുജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ്. മെച്ചപ്പെട്ട സേവനം കൂടി ഉറപ്പാക്കിയാൽ ജനങ്ങൾക്ക് നേട്ടമാകും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ.